ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവ തിരുനാമത്തിന് സ്തുതി. പ്രഭാഷകൻ 42-ാം അധ്യായം. വായന. താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. 2. അത്യുന്നതൻ്റെ നിയമം, അവിടുത്തെ ഉടമ്പടി, അപരാധനെ കുറ്റം വിധിക്കുക. 3. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക. 4. കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക. 5. കച്ചവടത്തിൽ ലാഭം നേടുക. കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക. ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. 6. അവിശ്വസ്തയായ ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നതും നന്ന്. അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. 7. എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം. ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. 8. അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. 2-ാമത്തെ സബ് ഹെഡിങ്, മകളെക്കുറിച്ച് ആകുലത. 9. മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. അവളെക്കുറിച്ചുള്ള വിചാരം അവൻ്റെ നിദ്ര അപഹരിച്ച് കളയുന്നു. യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു. 10. കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയും ആകുമോ എന്ന് ഭയപ്പെടുന്നു. ഭർത്തൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്നും ശങ്കിക്കുന്നു. 11. ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യേ അപമാനിതനും ആക്കും. സമൂഹത്തിൻ്റെ മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും. 12. ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത്. സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കയും മരുത്. 13. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. 14. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷൻ്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. 3-ാമത്തെ സബ് ഹെഡിങ്, പ്രപഞ്ചത്തിൽ ദൈവമഹത്വം. 15. ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. 16. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. 17. കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവർത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ. 18. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. 19. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. 20. ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിനെ മറഞ്ഞിരിക്കുന്നില്ല. 21. അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ
കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. 22 അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. 23 അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു, സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. 24 എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഒന്നും അപൂർണമല്ല. 25 ഒന്ന് മറ്റൊന്നിനെ പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതിവരുമോ? ഇനി ഇതിലെ ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 1 ആരുടെ നിയമത്തിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് 2-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം അത്യുന്നതൻ്റെ. 2 അത്യുന്നതൻ്റെ ഉടമ്പടിയിൽ നീ എന്ത് ചെയ്യരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ലജ്ജിക്കുക. 3 അപരാധനെ എന്ത് ചെയ്യുന്നതിൽ ലജ്ജിക്കേണ്ടി വരും എന്നാണ് പ്രഭാഷകൻ 42-ാം അധ്യായം 2-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം കുറ്റം വിധിക്കുന്നതിൽ. 4 ആരുമായി കണക്ക് തീർക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് 42-ാം അധ്യായം 3-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുന്നതിൽ. 5 സ്നേഹിതരുടെ എന്ത് വിഭജിക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം പിതൃസ്വത്ത്. 6 കൂടുതലോ കുറവോ വരാതെ എന്തിലെല്ലാം സൂക്ഷ്മത കാണിക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അളവിലും തൂക്കത്തിലും. 7 കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും എപ്രകാരമാകണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സൂക്ഷ്മത കാണിക്കണം. 8 കച്ചവടത്തിൽ എന്ത് ചെയ്യുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ലാഭം നേടുന്നതിൽ. 9 കുട്ടികൾക്ക് എന്ത് നൽകുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ 42-ാം അധ്യായം 5-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം നല്ല ശിക്ഷണം നൽകുന്നതിൽ. 10 ദുഷ്ടനായ ദാസനെ എന്തു കൊടുക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം തക്ക ശിക്ഷ കൊടുക്കുന്നതിൽ. 11 എങ്ങനെയുള്ള ദാസന് തക്ക ശിക്ഷ കൊടുക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ദുഷ്ടനായ ദാസന്. 12 എങ്ങനെയുള്ള ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നത് നന്ന് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അവിശ്വസ്തയായ ഭാര്യയെ. 13 സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നത് നന്ന് എന്ന് പറയുന്നത് എവിടെ? ഉത്തരം അനേകർ ഉള്ളിടത്ത്. 14 എല്ലാ ഇടപാടുകളിൽ എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം കണക്ക് വയ്ക്കണം. 15 ക്രയവിക്രയങ്ങളിൽ എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം രേഖ സൂക്ഷിക്കണം. 16 പ്രഭാഷകൻ 42-ാം അധ്യായം 8-ാം വാക്യപ്രകാരം അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന ഡാഷ് ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട പൂരിപ്പിക്കുക? ഉത്തരം വൃദ്ധനെയോ. 17 എപ്പോഴാണ് നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നത്? ഉത്തരം അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട. 18 മകളെക്കുറിച്ചുള്ള വിചാരം പിതാവിൻ്റെ ഡാഷ് അപഹരിച്ച് കളയുന്നു? ഉത്തരം നിദ്ര. 19 പിതാവ് ആകുലനാകുന്നത് എപ്പോൾ? 1 യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്ന്. 20 വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നത് ആർ? ഉത്തരം പിതാവ്. 21 വിവാഹത്തിന് ശേഷം മകൾ ഭർത്താവിന് അഹിതയാകുമോ എന്നോർത്ത് പിതാവ് ഡാഷ് ആകുന്നു? പൂരിപ്പിക്കുക. ഉത്തരം ആകുലനാകുന്നു. 22 കന്യകയായിരിക്കുമ്പോൾ മകൾ ഡാഷും പിതൃഭവനത്തിൽ വെച്ച് ഡാഷും ആകുമോ എന്ന്
ഭയപ്പെടുന്നു. പൂരിപ്പിക്കുക. 1 കളങ്കിത, 2 ഗർഭിണി. 23 മകൾ ഭർതൃമതിയെങ്കിൽ പിതാവ് എന്തിനാണ് ശങ്കിക്കുന്നത്? ഉത്തരം അവിശ്വസ്തയോ 2 വന്ധ്യയോ ആകുമോ എന്ന്. 24 എങ്ങനെയുള്ള പുത്രിയെ കർശനമായി സൂക്ഷിക്കുക എന്നാണ് പ്രഭാഷകൻ 42-ാം അധ്യായം 11-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം ദുശാഠ്യക്കാരിയായ പുത്രിയെ. 25 ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ നിന്നെ ഡാഷ് ഡാഷ് നഗരത്തിൽ ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം ശത്രുക്കളുടെ പരിഹാസപാത്രവും 2 സംസാര വിഷയവും. 26 ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ ജനമധ്യേ ഡാഷ് ആക്കും പൂരിപ്പിക്കുക. ഉത്തരം അപമാനിതൻ. 27 സമൂഹത്തിൻ്റെ മുമ്പിൽ പിതാവിന് ലജ്ജിക്കേണ്ടി വരുന്നത് എപ്പോൾ? ഉത്തരം ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ. 22 എന്ത് നോക്കിയിരിക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ആരുടെയും ആകാരഭംഗി. 29 എവിടെ ഇരിക്കുകയും അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സ്ത്രീകളുടെ ഇടയിൽ. 30 വസ്ത്രത്തിൽ നിന്ന് ഡാഷ് എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു പൂരിപ്പിക്കുക. ഉത്തരം കീടങ്ങൾ. 31 സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷൻ്റെ ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം ദുഷ്ടത. 32 ആരാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്? ഉത്തരം സ്ത്രീയാണ്. 33 പ്രഭാഷകൻ 42-ാം അധ്യായം 15-ാം വാക്യപ്രകാരം എന്താണ് അനുസ്മരിക്കുന്നത്? ഉത്തരം കർത്താവിൻ്റെ പ്രവൃത്തികളെ. 34 ആരാണ് കണ്ടത് പ്രഘോഷിക്കുന്നത്? ഉത്തരം പ്രഭാഷകൻ. 35 കർത്താവിൻ്റെ പ്രവർത്തികൾ ഡാഷ് വഴി നിർവഹിക്കപ്പെടുന്നു. ഉത്തരം വചനം വഴി. 36 എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് ആർ? ഉത്തരം സൂര്യൻ. 37 കർത്താവിൻ്റെ മഹത്വം എന്തിലാണ് നിറഞ്ഞിരിക്കുന്നത്? ഉത്തരം എല്ലാ സൃഷ്ടികളിലും. 38 വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായത് എന്ത്? ഉത്തരം കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവർത്തികൾ. 39 കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവർത്തികൾ ആർക്ക് പോലും അവർണ്ണനീയമാണ്? ഉത്തരം വിശുദ്ധർക്ക് പോലും. 40 തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളുന്നത് എന്ത്? ഉത്തരം പ്രപഞ്ചം മുഴുവൻ. 41 സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം കടാക്ഷിക്കുന്നു. 42 ആരാണ് തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത്? ഉത്തരം സൂര്യൻ. 43 കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവർത്തികൾ പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സ്ഥാപിച്ചത് ആർ? ഉത്തരം സർവശക്തനായ കർത്താവ്. 44 ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിക്കുന്നത് ആർ? ഉത്തരം സർവശക്തനായ കർത്താവ്. 45 കർത്താവ് എന്താണ് പ്രഖ്യാപിക്കുന്നത്? ഉത്തരം ഭൂതവും ഭാവിയും. 46 സർവശക്തനായ കർത്താവ് എന്താണ് വെളിപ്പെടുത്തുന്നത്? ഉത്തരം നിഗൂഢ രഹസ്യങ്ങൾ. 47 എന്താണ് സർവശക്തനായ കർത്താവിന് അജ്ഞാതമല്ല എന്ന് പറയുന്നത്? ഉത്തരം ഒരു ചിന്തയും. 48 പ്രഭാഷകൻ 42-ാം അധ്യായം 22-ാം വാക്യപ്രകാരം എത്ര അഭികാമ്യമെന്ന് പറയുന്നത് എന്ത്? ഉത്തരം കർത്താവിൻ്റെ പ്രവർത്തികൾ. 49 അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് എന്ത്? ഉത്തരം കർത്താവ്. 50 കർത്താവിൻ്റെ എന്തിൻ്റെ മഹിമകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഉത്തരം ജ്ഞാനത്തിൻ്റെ മഹിമകൾ. 51 ഒരു ചിന്തയും കർത്താവിന് എന്തല്ല എന്നാണ് പറയുന്നത്? ഉത്തരം അജ്ഞാതമല്ല. 52 കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല എന്ന് പറയുന്നത് എന്ത്? ഉത്തരം ഒരു വാക്കും. 53 കർത്താവിന് ആരെ ആവശ്യമില്ല? ഉത്തരം ഉപദേശകരെ. 54 കർത്താവിൻ്റെ പ്രവൃത്തികൾ കാഴ്ചയ്ക്ക് എത്ര ഡാഷ് ആണ്? പൂരിപ്പിക്കുക. ഉത്തരം ദീപ്തം. 55
കർത്താവിൻ്റെ പ്രവർത്തികൾ സ്വധർമ്മത്തോട് എന്താണ് പുലർത്തുന്നത്? ഉത്തരം വിശ്വസ്തത. 56. എല്ലാ വസ്തുക്കളും ഒന്ന് മറ്റൊന്നിന് എന്താണെന്നാണ് പറയുന്നത്? ഉത്തരം പൂരകമാണ്. 57. കർത്താവിൻ്റെ എന്ത് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? ഉത്തരം അവിടുത്തെ മഹത്വം. 58. എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? 24-ാം വാക്യപ്രകാരം പറയുക. ഉത്തരം ജോഡികളായി, ദ്വന്ദ്ങ്ങളായി. 59. കർത്താവിൻ്റെ പ്രവർത്തികൾ എങ്ങനെയാണെന്നാണ് 42-ാം അധ്യായം 23-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. 60. എല്ലാ വസ്തുക്കളും ജോഡികളായി, ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും ഡാഷ്. പ്രഭാഷകൻ 42-ാം അധ്യായം 24-ാം വാക്യപ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം അപൂർണമല്ല. 61. പ്രഭാഷകൻ 42-ാം അധ്യായം 20-ാം വാക്യത്തിന് സമാന വാക്യം ഏത്? ഉത്തരം സങ്കീർത്തനങ്ങൾ 139-ൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.